ഇന്ന് നമുക്ക് നമ്മൾ വാങ്ങി ക്വില്ലിംഗ് ആർട്ടിന്റെ കിറ്റ് വെച്ചിട്ട് ഒരു വർക്ക് ചെയ്യാവേ. അതിന് വേണ്ടിയിട്ട് പണ്ട് എങ്ങോ ഞാൻ പെയിന്റ് അടിച്ച് വെച്ച ഫോം ബോർഡ് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഫോം ബോർഡ് കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൈ കൂടി കട്ടാവും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മുറിഞ്ഞത് കൂടാതെ പോരാളിയുടെ കയ്യിൽ കൂടെ കിട്ടും. പിന്നെ അതും കൂടി ആകുമ്പോഴത്തേക്ക് തൃപ്തിയായി. ഇത്രയും നാളെ വിചാരിച്ചത് ഇത് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും എന്നാണ്. എന്നാൽ ഇന്ന് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് വെറും ഈസിയാണ്. കുറച്ച് ടൈം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്തെടുക്കാം. ആദ്യം തന്നെ അതിനകത്ത് ഒരു പേപ്പർ എടുത്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അത് റൗണ്ടായിട്ട് ചുറ്റിയെടുക്കുക. പിന്നെ ചുറ്റിയെടുത്ത റൗണ്ട് ഒന്ന് ലൂസ് ആയി കൊടുത്തിട്ട് പശ തേച്ചിട്ട് അതിന്റെ അറ്റഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്കൊരു പെറ്റലിന്റെ ഷേപ്പ് കിട്ടും. ഇത്രേ ഉള്ളൂ പണി. പേര് വലുതെന്നെങ്കിലും സാധനം ഈസിയാണ്. പിന്നെ പൂവിന്റെ ഒരു ഇലയും കൂടി ഉണ്ടാക്കിയെടുക്കണം. അത് വെറും ഈസിയാണ്. സംഭവം പച്ച പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് പശ വെച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഇലയുടെ കാര്യം തീരുമാനമായി. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ സാധനങ്ങളെല്ലാം ഫോം ബോർഡിനകത്തൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതും കൂടി നമ്മൾ സാധനം സെറ്റ് ആയി. ഇനിയിപ്പോ ഫോം ബോർഡിൽ നിന്ന് പറഞ്ഞ് ഉണ്ടാക്കാതിരിക്കേണ്ട, കാർഡ്ബോർഡ് ആയാലും മതി. പിന്നെ നമ്മുടെ ഗീവ് അവേ തീരാറായി. 26-ാം തീയതി വരെയുള്ളൂ. ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ ഇന്നലെ മെനിങ്ങാന്നും നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല. അതിന്റെ കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല. കോളേജിൽ പോയിട്ട് വരുമ്പോൾ കോളേജിൽ പോയി വരുമ്പോഴത്തേക്ക് ടയേർഡ് ആയും ചെയ്യും, ലേറ്റ് ആയും ചെയ്യും. പിന്നെ അവിടെ നിന്ന് പറക്കി കെട്ടി ജിമ്മിലും കൂടെ പോകുമ്പോഴത്തേക്ക് എൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാൻ ഇത്രയും ലേറ്റ് ആവുന്നത്. മാക്സിമം നമുക്ക് വീഡിയോ ഇടാനായിട്ട് നോക്കാം. നമ്മൾ വീഡിയോ ഇടാത്തതുകൊണ്ട് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് കുറേ പേര് പോയിട്ടുമുണ്ട്. അപ്പോൾ ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാതിരിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇനിയും വീഡിയോ ഇടുന്നതായിരിക്കും. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫോട്ടോ അയച്ചു തരുവാണെങ്കിൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്ന അതേ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം സക്സസ് ആകുമ്പോൾ ഹാപ്പിനെസ് ഇല്ലേ, അതാണ് എനിക്കിപ്പോൾ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തരാം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.